ദ ജേർണലിസ്റ്റിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേലിന് നേരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ വീണ്ടും ശക്തമാവുകയാണ് പശ്ചിമേഷ്യയിൽ. സിറിയയിലെ വിമത നീക്കവും ആ വിമതന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ റഷ്യയുടെ ഇടപെടലുമൊക്കെ ഒരു വശത്ത് പശ്ചിമേഷ്യയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പുറത്ത് ഇസ്രായേലിന് നേരെ സംഘടിതമായ ആക്രമണങ്ങൾ വീണ്ടും ശക്തമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 7 ദിവസമായി ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് എങ്കിലും ഈ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് 60ഓളം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയെന്നാണ് ഫ്രാൻസിൻ്റെ കണ്ടെത്തൽ. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും അതിശക്തമായ തിരിച്ചടി തുടങ്ങിയതായി ഫ്രാൻസിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതായത് ഒരു വെടിനിർത്തൽ സാഹചര്യം എന്നത് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേലും ഹിസ്ബുള്ളയും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രധാനമായും 4 മേഖലകളിലാണ് ഇപ്പോൾ ഇസ്രായേൽ പെട്ടുകിടക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ തിരിച്ചടികൾ വീണ്ടും സജീവമായിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പ്രത്യാക്രമണം തുടങ്ങിയിരിക്കുന്നു. ലെബനീസ് അതിർത്തിയിൽ ഇരു വിഭാഗവും തമ്മിലുള്ള തുടർച്ചയായ വെടിവെപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു, ബോംബിംഗ് നടത്തുന്നു, ഷെല്ലിംഗ് നടത്തുന്നു. അതുപോലെ വെടിവെപ്പും തുടരുകയാണ് ലെബനൻ്റെ ഉൾപ്രദേശങ്ങളിൽ, അതായത് അതിർത്തി മേഖലകളിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ ഹൂത്തികൾ ആക്രമണവും സമ്മർദ്ദവും ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ചെങ്കടലിനൊപ്പം അറബിക്കടലിലും ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ബന്ധമുള്ള 4 കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഹൂത്തികളുടെ അവകാശവാദം പ്രകാരം ഇനി ഇസ്രായേലിന് നേരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ശക്തമായ ആക്രമണങ്ങൾ ഞങ്ങൾ തുടരും, അത് അമേരിക്കയ്ക്കും ബാധകമാണ്, അമേരിക്കയുടെ കപ്പലുകളും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാതെ, ലെബനനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കാതെ, പരിപൂർണമായൊരു വെടിനിർത്തൽ നടപ്പാകാതെ ഞങ്ങൾ ഇനി യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഹൂത്തികൾ പറയുന്നത്. അത് രണ്ടാമത്തെ ഇസ്രായേലിന് നേരെയുള്ള ഒരു ആക്രമണമാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇസ്രായേലിന് ഒരു വലിയ ഭീതി ഉണ്ടാക്കുന്ന, സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഫ്രാൻസിൻ്റെ ഇൻ്റലിജൻസ് മേധാവി ഒരു ചടങ്ങിൽ പറഞ്ഞ ഒരു നിർണായകമായ ഒരു വസ്തുത, അത് ഇപ്പോൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ഇപ്പോൾ നിശബ്ദമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ പിന്നോട്ട് പോയി എന്നൊരു തോന്നൽ ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇറാൻ ഭയന്നിട്ടോ പേടിച്ചു പിന്മാറിയിട്ടോ ഒന്നുമല്ല, മറിച്ച് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്ന തിരക്കിലാണ് എന്നാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഫ്രാൻസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പക്കൽ ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള യുറേനിയൻ സമ്പുഷ്ടീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 60% യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നതായി ജൂലൈയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അത് കൂടുകയും ഒരു ആണവായുധം നിർമ്മിക്കുന്നതിന് വേണ്ട, അതിന് പര്യാപ്തമായ അളവിലുള്ള യുറേനിയം ഇറാൻ്റെ പക്കൽ ഉണ്ടാവുകയും അല്ലെങ്കിൽ റഷ്യയുടെ വലിയ സഹായം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും, ഇറാൻ ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത്, പതുങ്ങിയിരിക്കുന്നത് ആണവായുധത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ മാത്രമായിരിക്കും. അതായത് ആണവായുധങ്ങൾ സജ്ജമായി കഴിഞ്ഞാൽ ഇറാൻ ശക്തമായി കളത്തിലിറങ്ങും എന്ന നിലയിലുള്ള ഒരു വിലയിരുത്തലാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഫ്രാൻസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ഇസ്രായേലിന് വലിയ ഭീഷണിയാണ്. കാരണം ഇറാനൊക്കെ ആണവായുധവുമായി കളത്തിലിറങ്ങിയാൽ ഇസ്രായേലിന് ഇപ്പോൾ നടമാടുന്നത് പോലെ ഇത്രയും ഭീതിജനകമായ വിധത്തിൽ, മാരകമായ വിധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയോ അല്ലെങ്കിൽ ഗസയിലോ ഒന്നും ആക്രമണങ്ങൾ നടത്താൻ സാധിക്കില്ല. കാരണം ആണവായുധം പ്രയോഗിക്കുമെന്നൊരു ഭീതി ഇസ്രായേലിനുണ്ടാകും. അത് ഇസ്രായേലിന് വരാൻ പോകുന്ന ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തി, അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഇറാൻ്റെ പക്കൽ സജ്ജമായാൽ ഇറാൻ വീണ്ടും ശക്തമായി കളത്തിലിറങ്ങും എന്നു തന്നെയാണ്. മറ്റൊന്ന്, ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഹമാസ് ബന്ദികളെ വെച്ച് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബന്ദികളുടെ വീഡിയോകൾ പുറത്തുവിടുന്നതിലൂടെ ഇസ്രായേലിനുള്ളിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ ഹമാസ് ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ബന്ദികളുടെ ചില വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഒരു ബന്ദി ട്രംപിനോടും അതുപോലെ തന്നെ നെതന്യാഹുവിനോടും അപേക്ഷിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ഞങ്ങളിവിടെ നിന്ന് രക്ഷിക്കണം, കാരണം 13 മാസമായി ഞങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുകയാണ്,
ഇതുവരെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽ സൈന്യത്തിന് ഞങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും വലിയ നെറ്റ്വർക്കാണ് ഹമാസ് ഭൂമിക്കടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം തുടങ്ങിയ സമയത്ത് പറഞ്ഞ പോലെ ഇപ്പം തന്നെ ഹമാസിനെ തീർക്കും, ഇപ്പം തന്നെ ബന്ദികളെ വീണ്ടെടുക്കും, ഹമാസിൻ്റെ തുരങ്കങ്ങൾ മുഴുവൻ തകർക്കും എന്നുള്ളതൊന്നും ഈ ഒരു വർഷം പിന്നിട്ടിട്ടും നടപ്പായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബന്ദികളെ സംബന്ധിച്ച് അവർ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുകയാണ്. അവരെ കൊണ്ടുപോകാൻ ആരും വരുന്നില്ല, അവർക്ക് വേണ്ടി ഒരു തരത്തിലുള്ള കരാറിലും ആരും ഏർപ്പെടുന്നില്ല. അവരെല്ലാ ദിവസവും ഹമാസിൻ്റെ ആളുകളെ കാണുന്നു. ചിലപ്പോൾ ഹമാസിൻ്റെ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും, അതായത് നിങ്ങളുടെ ഭരണകൂടം നിങ്ങളെ കൈവിട്ടു, നിങ്ങളെ വേണ്ട എന്നുള്ള അവസ്ഥയിലാണ്, അവർ ഞങ്ങളുടെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക്, അതായത് ഈ ബന്ദികൾക്ക് വലിയ ടെൻഷനും ഭീതിയും ഭയവും ഉണ്ടാകുന്നുണ്ട്. അതാണ് അവരുടെ വീഡിയോയിലൂടെ പങ്കുവെച്ചത്. ആ വീഡിയോ ഇസ്രായേലിലെ ജനങ്ങൾ കാണുകയും ഇസ്രായേലിൽ ആ വീഡിയോ പ്രചരിക്കപ്പെട്ടതിന് പിന്നാലെ അവിടെ വലിയ പ്രശ്നമുണ്ടാവുകയും ചെയ്യുകയാണ്. അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു, ജനങ്ങൾ തെരുവിലിറങ്ങുന്നു, ജനങ്ങൾ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിക്കുന്നു. അവിടെ ഒരു പ്രക്ഷോഭത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാക്കുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്താൻ ഇവിടെ ഹമാസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ സമസ്ത മേഖലകളിലും ഇസ്രായേലിനുള്ള തിരിച്ചടികൾ രൂക്ഷമാവുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായ തിരിച്ചടികളുടെ ആക്കം കൂടുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം വെടിനിർത്തലിൻ്റെ നിയമങ്ങൾ, ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളായിട്ട് ഇനി ഒരു യുദ്ധം ചെയ്യുന്നില്ല എന്ന മട്ടിൽ ഇസ്രായേൽ അടുത്തു തന്നെ ഗസയുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുമെന്നും ഗസയിൽ നിന്ന് പിന്മാറുമെന്നുമുള്ള സൂചനകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ള മാറി നിന്നിരുന്നു. ഇറാനാണെങ്കിൽ ഈ പറയുന്ന ആണവ ഊർജം അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇറാൻ ഈ വിഷയത്തിൽ തൽക്കാലം ഇടപെട്ടിട്ടില്ല. പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്ക് വിവേചനാധികാരമുണ്ട്. കാരണം അവർക്ക് വ്യക്തിപരമായി തന്നെ ഇസ്രായേലിനോട് വലിയ പകയുണ്ട്. അതാണ് അവർ ഏറ്റവും ഒടുവിൽ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള തീരുമാനിക്കുന്നു നമുക്ക് ഈ പറയുന്ന വെടിനിർത്തൽ കരാർ അംഗീകരിക്കാമെന്ന്. പക്ഷെ അവിടെയും ഇസ്രായേൽ കയറി അങ്ങോട്ട് ആക്രമിക്കുകയും നിരന്തരമായ വ്യോമാക്രമണവും ഷെല്ലിങ്ങും ബോംബിങ്ങും വെടിവെപ്പും ഒക്കെ തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇനിയും പിന്മാറേണ്ട ആവശ്യമില്ല എന്ന നിലയിൽ ഹിസ്ബുള്ള ഈ ലെബനൻ്റെ അതിർത്തിയിലേക്ക് വരുന്ന ഇസ്രായേലിൻ്റെ കരയുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന സൈനികരുമായി നേർക്കുനേർ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്, പ്രത്യാക്രമണം തുടങ്ങിയിട്ടുണ്ട്. അത് ഏത് വിധത്തിൽ വരും ദിവസങ്ങളിൽ വികസിക്കും എന്നത് അനുസരിച്ചിരിക്കും ഇസ്രായേലിൻ്റെ ഈ യുദ്ധത്തിലെ ഭാവി. വീണ്ടും പ്രകോപിതരായിക്കൊണ്ട്, അല്ലെങ്കിൽ ഹിസ്ബുള്ള പഴയതുപോലെ കടന്നാക്രമണം ഇസ്രായേലിലേക്ക് നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് വീണ്ടും യുദ്ധ സാഹചര്യം അതീവ ഗുരുതരമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രായേൽ ഭയന്ന് പിന്മാറിയെന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം നിർത്തിയെന്നോ ഒന്നും അർത്ഥമില്ല. പക്ഷേ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് തിരിച്ചും ആക്രമണം ഉണ്ടാവുകയാണ്. ഒരു വശത്ത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന ഭീഷണി നിലനിൽക്കുന്നു. ഹമാസ് ബന്ദികളുടെ വീഡിയോകൾ അയച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബന്ദികളുടെ ജീവൻ വെച്ച് വിലപേശുന്നു. ഹൂത്തികൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം നടത്തുന്നു. ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാതെ ഞങ്ങളും പിന്നോട്ടില്ല എന്ന് പറയുന്നു. ഹിസ്ബുള്ളയാകട്ടെ അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ പ്രത്യാക്രമണം രൂക്ഷമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രധാനമായും 4 മേഖലകളിൽ, അല്ലെങ്കിൽ 4 ഭാഗത്ത് ഇസ്രായേലിന് പ്രതിസന്ധികൾ, തിരിച്ചടികൾ, വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ്. ഇത് ഇനിയും നീണ്ടുപോയാൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യം കുറച്ച് ദിവസം കൂടി നിലനിന്നാൽ അത് വീണ്ടും യുദ്ധ സാഹചര്യം രൂക്ഷമാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. പശ്ചിമേഷ്യയിൽ അശാന്തി തുടരുകയും ചെയ്യും.